കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ അമ്പാടിയിലെ രൂപങ്ങളിലാണോ അതോ ദശാവതാര രൂപങ്ങളിലാണോ മറ്റേതെങ്കിലും രൂപത്തിലാണോ കളഭം കൊണ്ട് അലങ്കരിച്ച് ഭക്തരെ കാണാൻ കാത്തിരിക്കുന്നത് നമ്മുടെ ഭഗവാൻ അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ ഗരുഡനെയും കാണാം, അതേപോലെ കുചാലിനെയൊക്കെ കണ്ട് നമ്മളവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരാം. ഗണേശനെ കണ്ട് തൊഴാം. ഗണേശനെ കണ്ട് തൊഴുമ്പോൾ സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കങ്ങനെ വരുമ്പോൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരവും അതിന് മുന്നിലുള്ള ആ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള ആ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. വലതേ സൈഡിൽ നാരായണീയം എഴുതുമ്പോൾ നരസിംഹ രൂപം കാണിച്ചു കൊടുത്ത ആ തൂണും നോക്കിയൊന്ന് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി വരാം. നോക്കി വരുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച, നല്ല പ്രകാശം, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വിളക്കിലിങ്ങനെ നെയ്യൊഴിച്ചിങ്ങനെ ആ നെയ്ദീപം ഇങ്ങനെ കാണുന്നു. അതിലിങ്ങനെ ഭഗവാൻ ഇങ്ങനെ തിളങ്ങി വരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട് ഒന്ന് കാലിങ്ങനെ പിണച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരേ അത്യാവശ്യമൊക്കെ തടിയുള്ള രൂപാട്ടോ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് നല്ല അത്യാവശ്യം നല്ല കൊഴുത്തുരുണ്ട ഒരു ഉണ്ണിക്കണ്ണനാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൈവളകൾ കാണാണ്ട് തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. കൈ 2 കൊണ്ട് പൊന്നോടക്കുഴലിങ്ങനെ ചുണ്ടോട് ചേർത്ത് വെച്ച് വേണുഗാനം പൊഴിക്കുകയാണ്. മാറത്തൊരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്. നെറ്റിയിലാണെങ്കിലോ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ കളഭം കൊണ്ട് തന്നെ കിരീടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 3 പീലികളും കളഭം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. ആകെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. എന്ത് കാഴ്ചയെന്നറിയുക, മനക്കണ്ണിലിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കാല് പിണച്ചു വെച്ചിങ്ങനെ വേണുഗാനം പൊഴിക്കുന്ന ആ രൂപത്തെ ഒന്നും ഇങ്ങനെ സങ്കല്പിച്ച് നോക്കൂ. എത്ര സന്തോഷമാണെന്നറിയോ. നല്ലൊരു കാഴ്ചയാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2 തിരുമുടി മാല. ആദ്യം തന്നെ വെളുത്ത പൂവിൻ്റെ മാല, നമ്പ്യാർവട്ടമാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ തെച്ചിയും തുളസിയും കൂടിയുള്ളൊരു മാലയും. അങ്ങനെ 2 തിരുമുടി മാല. അതേപോലെ ഉണ്ടമാല. ഉണ്ടമാലയും 2 എണ്ണമാണ്. 2 ഉണ്ടമാലയിൽ ഒന്ന് ചുവന്ന താമര അങ്ങനെ വേറിട്ട് കാണാണ്ട്, പിന്നെ ഒന്ന് വനമാല പോലെ ഒരു തെച്ചിയും തുളസിയായിട്ടുള്ളതും. 2 നല്ല തിക്കായിട്ടുള്ള 2 വലിയ ഉണ്ടമാലകളാണ് ചാർത്തിയാണ്. അപ്പോൾ നല്ല ആകെ മൊത്തം തടിച്ചുരുണ്ട ഉണ്ണിക്കണ്ണനുമാണ്, തടിച്ചുരുണ്ട മാലകളുമാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴാന്ന് കണ്ട് മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആ വെണ്ണക്കണ്ണൻ, ആ ഉണ്ണിക്കണ്ണന് ആ കാല് പിണച്ച് വെച്ച് ആ ഓടക്കുഴൽ ഊതുന്ന പൊന്നുണ്ണിക്കണ്ണനെ അങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് സങ്കല്പിച്ചോളൂ. അങ്ങനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആ ഉണ്ണിക്കണ്ണൻ, ആ ഗുരുവായൂരപ്പൻ കേൾക്കും. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ ആ സമക്ഷത്തിലെത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ കാണുകയാണെന്ന് അങ്ങോട്ട് മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ആ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കണ്ണനെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളി, ഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി, അതുപോലെ രാവിലത്തെ ഉഷപൂജന മുന്നുള്ള ആ ഒരു ഗണപതി ഹോമം നടത്തുന്ന തിടപ്പള്ളി. അപ്പോൾ ഇങ്ങനെ പ്രാമുഖ്യം ഉള്ള ആ തിടപ്പള്ളിയാണ്. അത് നോക്കി തൊഴാം. അതുപോലെ ചുവരിൻ്റെ മുകളിലത്തെ ആലിലക്കണ്ണനും ഗ്രില്ല് കഴിഞ്ഞാൽ നേരെ കാണുന്ന സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ആ ഗണേശൻ്റെ അടുത്തേക്ക് വരിക.
ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ മായാദേവീനെയും ആ കോർണറിലെത്തിയ ഗണേശനെയൊക്കെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ ആ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അതിനുശേഷം ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഉഗ്രവീര നരസിംഹത്തെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ദശാവതാര രൂപങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് മുരുകനെയും ഒക്കെ കണ്ട് ഇനിയിപ്പോൾ തൈപ്പൊയ്യൊക്കെ വരാറായി. അപ്പോൾ മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ നേരെ വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപിയും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീടൊന്ന് കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും നൃത്താറയും അതേപോലെ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ എത്തി ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോരാം. അങ്ങനെ വന്ന് ഭഗവതിയെ കാണുക. ഭഗവതിയുടെ അടുത്ത് വന്ന് അമ്മേനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ഒന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. അപ്പം മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ വന്ന് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ഇങ്ങനെ വന്ന് ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും നമുക്ക് ആ കാല് പിണച്ച് വെച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് നമസ്കരിക്കാം. തൊഴുത് നമസ്കരിച്ച് അങ്ങനെ വന്ന് കൂത്തമ്പലത്തിലും അതുപോലെ അയ്യപ്പസ്വാമിയുടെ അവിടെയും വന്ന് പ്രദക്ഷിണം ചെയ്യുക, നമസ്കരിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ ഗരുഡ ധ്വജനെയൊക്കെ കണ്ട് അങ്ങനെ പോകുന്നു. നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാളിയമർദ്ദന രൂപിയെ കാണാമോ അതിൻ്റെ നടുക്ക് അതും കണ്ടിങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടുന്ന് ഇങ്ങനെ പോകുന്നു. ആ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒരിക്കൽ കൂടി വന്ന് നോക്കാം. അവിടുന്ന് പ്രാർത്ഥിച്ച് തെക്കേ നടയിലുള്ള ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.